നമ്മുടെ ചേച്ചി ഇവിടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട്. ചേച്ചി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. അപ്പോൾ ഞങ്ങൾ ജോലിയിലാണ്, അതുപോലെ ചേച്ചിയും ജോലിയിലാണ്. അതെ. എന്താ ചേച്ചിയുടെ പേര്? സലീന. സലീന, നമ്മുടെ സലീന ചേച്ചിയാണ്. നമ്മളൊക്കെയും വലിച്ചെറിയുന്ന മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ എത്രത്തോളം ആദരവ് അർഹിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞാൻ കായംകുളത്തുകാരിയാണ്. കായംകുളത്തുകാരിയാണ്. ഇവിടെ മ്യൂസിയത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയോ? 16 വർഷമായി. 2009 ഞാൻ വന്നേ. അപ്പൊ ഒരുപാട് ആളുകളെ എല്ലാ ദിവസവും കാണുന്നുണ്ടാവല്ലോ. ഉണ്ടല്ലോ, എല്ലാ ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരെ നടക്കാൻ വരുന്നവരെ എല്ലാ ആൾക്കാരെയും കാണും. പ്രശസ്തരായവർ അല്ലാത്തവർ സാധാരണക്കാർ അല്ലേ, എല്ലാരെയും കാണുന്നു. അപ്പോ എന്താ പുതുവത്സരത്തിലെ സന്തോഷങ്ങൾ എന്തൊക്കെയാ? എനിക്ക് പ്രത്യേകിച്ച് പുതുവർഷം എല്ലാ വർഷവും കാണുന്നത് പോലെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എല്ലാ വർഷത്തെ പോലെയും ഉള്ളൂ. മറ്റൊരു കാര്യം ചേച്ചിയോട് ഒന്ന് ചോദിച്ചോട്ടെ, പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, വൃത്തിയെക്കുറിച്ചുള്ളവരുടെ ഈ ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിനിടയ്ക്ക് ചേച്ചിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള എന്ത് കാര്യമാണ് പറയാനുള്ളത്? പണ്ട് 2009 വരുന്നതിൽ ഒരുപാട് വ്യത്യസ്തമായുള്ള ഇതുണ്ട്, മാറ്റമുണ്ട്. 2009 ഞാൻ വരുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെയുള്ള എല്ലായിരുന്നു. പക്ഷെ അതിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ഇതുണ്ട്, നല്ല മ്യൂസിയമൊക്കെ ഭയങ്കരമായിട്ടെല്ലാം പുരോഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിവിടെ ഈ കരിയിലുകളാണ് കൂടുതൽ കാണുന്നത്. ആളുകൾ മാലിന്യം, അതായത് ഈ പ്ലാസ്റ്റിക്കും കവറും ഒക്കെ ഇടുന്നതൊക്കെ മാറി ഡസ്റ്റ്ബിന്നിനകത്ത് ഇടുമല്ലോ എല്ലാവരും. വലിച്ചെറിയുന്ന ശീലമൊക്കെ ഒരുപാട് കുറഞ്ഞു. നല്ല ഇതായി, ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റമുണ്ട് ഇപ്പൊ. മറ്റേ നേരത്തെ എന്തുവാണെന്ന് ചോദിക്കുമ്പോൾ അവര് നമ്മളോട് പിന്നെ അതിനപ്പുറത്തെ മറുപടികളായിരുന്നു പറയുന്നത്. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് പിന്നെ വിവരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് നന്നാവുകയാണ്. അതെ, നന്നാവുകയാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? 2025 പുലർച്ചെ കേൾക്കാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജന സംസ്കാരത്തിൽ കൂടിയൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നു എന്നത് ആശാവഹം കൂടിയാണ്. നമുക്കിപ്പോ മണികണ്ഠനെ അറിയോ? മോത്തിക്കറിയോ? ഹാപ്പി ന്യൂ ഇയർ. നമ്മള് അദ്ദേഹം ഒരു ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അദ്ദേഹം ഒരു ഡെന്റൽ ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹം ദന്ത ഡോക്ടർ മാത്രമല്ല, നമ്മളിപ്പോ ചില ആളുകളെ ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ എല്ലാ പരിപാടികൾക്കും, അതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും സാഹിത്യോത്സവങ്ങൾക്കും ഒക്കെ എത്തുന്ന ഒരാളാണ്. എന്താണ് ന്യൂ ഇയറിന്റെ പരിപാടി? ന്യൂ ഇയർ ആയിട്ട് പുതിയ നമുക്ക് എപ്പോഴും റെസൊല്യൂഷൻ എടുക്കുമ്പം ചിലപ്പോൾ അത് നടന്ന് പോകാറില്ല. അപ്പം എത്തോണ്ട് റെസൊല്യൂഷൻ വേണ്ടാന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ യാത്ര, ഈ പറഞ്ഞ നടത്തം പണ്ടേ ഉള്ളതായിരുന്നു. ഒരിടയ്ക്ക് ഞാനിവിടെ ഡെന്റൽ കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് കുറേ നാൾ ഈവനിങ് വാക്കായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, പിന്നെ അത് മോർണിംഗ് വാക്കായി. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഈ വർഷം തൊട്ടൊന്ന് പൊടിതട്ടി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഇവിടുന്ന് തന്നെ നമുക്കൊരു പല ഏജിലുള്ള ഫ്രണ്ട്സിനെ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ നിലനിൽക്കുന്ന സുഹൃത്തുക്കൾ സൗഹൃദമാണോ ഇവിടെ ഉള്ളതൊക്കെ എല്ലാ കാലത്തേക്കും? അതിൽ തന്നെ ഒരു മ്യൂസിയത്തിൽ തന്നെ നടക്കുന്നവരുടെ ഒരു അന്ന് ഓർക്കുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഓർക്കുട്ട് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് ആയിരുന്ന സമയത്ത് ഇപ്പൊ ചില വാട്സാപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നടക്കുകയും ചെയ്യാം, ആളുകളെ കാണാം, ഒരു ഇന്ററാക്ഷൻ നടക്കും. ഇപ്പൊ ഈ കോവിഡ് സമയത്ത് പലർക്കും ഒരു ഡിപ്രഷനൊക്കെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ വെയിലുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പായിട്ട് ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്കൊക്കെ ഇന്ററാക്ഷൻ കുറയുമ്പോഴൊക്കെ ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക്. നേരിട്ട് കാണലിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് കോവിഡ് കാലമാണ്. ഓൺലൈൻ സമയത്ത് ഓൺലൈൻ യോഗയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ നേരിട്ട് വന്ന് കണ്ടു ചെയ്യുന്നതിന്റെ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ഒന്ന് വിയർക്കുന്നതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് വിയർത്തോളൂ. അതെ, നല്ല രീതിയിൽ തന്നെ വിയർത്തോളൂ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും.